ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും നമ്മുടെ നാളത്തെ അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കാർത്തികക്ക് ചെറുക്കനെ ഭയങ്കര ഇഷ്ടമാണ്. കാർത്തിക നാണത്തോടു കൂടി തന്നെ അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും കല്യാണി അടുത്ത് കിരൺ പറയേണ്ട കാർത്തികശിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നണല്ലേ, പിന്നെ ഇഷ്ടപ്പെടാതിരിക്കോ, നല്ലൊരു പയ്യനാണ് എന്ന് പറയാണ്. അപ്പോഴേക്കും കല്യാണി പറയേണ്ട എന്തായാലും സന്തോഷമായി. ഈ സന്തോഷവാർത്ത ഇനി അച്ഛനെ അറിയിക്കണം, അച്ഛൻ കാത്തിരിക്കായിരിക്കും. ഇനി കാർത്തികശി എന്തെങ്കിലും മുടക്കം പറയോ, ചെക്കൻ ഇഷ്ടപ്പെടാതിരിക്കോ, കാർത്തികച്ചിക്ക് ചെക്കനെ ഇഷ്ടപ്പെടാതിരിക്കോ, ചെക്കനെ കാർത്തികച്ചിന് ഇഷ്ടപ്പെടാതിരിക്കോ, അങ്ങനത്തെ പല ചിന്തകളും അച്ഛന്റെ മനസ്സിൽ. അച്ഛനോട് പോയിട്ട് ഇപ്പൊ തന്നെ സന്തോഷ വാർത്ത പറയണം. അതിനെന്താ, നീ റെഡി ആയിക്കോ, ഞാൻ കൊണ്ടേ ആക്കാം, കാർത്തിക ചേച്ചിനെ കാദംബരി ചേച്ചിനെ ഒക്കെ വിളിച്ചോ എന്ന് പറയാണ്. ശരി കിരണേട്ടാ എന്ന് കല്യാണി പറയേണ്ട അകത്തേക്ക് കയറുമ്പോഴേക്കും ലക്ഷ്മി അമ്മയും ദീപയും ചോദിക്കേണ്ട, മോളെ കാർത്തിക് എന്തെങ്കിലും പറഞ്ഞോ, അവൾക്ക് പയ്യനെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? എന്റെ ലക്ഷ്മി അമ്മേ, അമ്മക്ക് ഇതുവരെ മനസ്സിലായില്ലേ കാർത്തിക ചേച്ചിയുടെ മുഖം കണ്ടപ്പോ? കാർത്തിക ചേച്ചിക്ക് 100 വട്ടം സമ്മതമാണ്. പറ്റുമെങ്കിൽ നാളെ വിവാഹം കഴിക്കാൻ പറഞ്ഞെങ്കിൽ നാളെയും വിവാഹം കഴിക്കുക. ഓ സമാധാനമായി. അവളെ കൊണ്ടൊരു വിവാഹത്തെ സമ്മതിപ്പിക്കാൻ വേണ്ടി എത്ര കാലം ഇന്നെ നടക്കണമെന്ന് അറിയാവോ? മോൾക്കറിയാവോ, അവളുടെ 23ാമത്തെ വയസ്സ് മുതൽ ഞാൻ അവളുടെ പുറകെ നടക്കാം. ഇപ്പോ 8 വർഷം കഴിഞ്ഞു. എന്തായാലും ഇപ്പോഴെങ്കിലും നടന്നല്ലോ. പ്രകാശേട്ടനുള്ളതുകൊണ്ട് നടന്നു എന്ന് പറയാണ് നമ്മുടെ ദീപ. അതെ അതെ, കാർത്തികയുടെ അച്ഛനില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ വിവാഹം അവള് സമ്മതിക്കില്ലായിരുന്നു. എന്തായാലും അച്ഛനോട് പോയിട്ട് ഈ സന്തോഷ വാർത്ത പറയണം, അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കണം. ഇനിയിപ്പോ ആ ചെക്കൻ ഇത് മാറ്റൊന്നുമില്ലല്ലോ മോളെ, ആ ചെക്കന് ഇഷ്ടക്കുറവൊന്നും ഇല്ലല്ലോ അല്ലെ? ഒരു ഇഷ്ടക്കുറവില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചാലും കാർത്തിക ചേച്ചി മതി എന്ന് പറഞ്ഞിരിക്കുക ദിലീപ്. അത്രമാത്രം കാർത്തിച്ചിയുടെ മുഖം ദിലീപിന്റെ മനസ്സിൽ പതിഞ്ഞു പറയണത്. ചേച്ചിക്കും അങ്ങനെ തന്നെയാണ്. പിന്നെ കാർത്തിക ചേച്ചി നല്ല സ്മാർട്ട് അല്ലേ, സുന്ദരിയാണ്, പിന്നെ സ്വഭാവം നല്ല സ്വഭാവമാണ്. ഇങ്ങനത്തെ പെൺകുട്ടികളെ കിട്ടാൻ പാടല്ലേ എന്നൊക്കെ നമ്മുടെ കിരൺ പറയണ്ട്. അതെ, എന്തായാലും നിങ്ങൾ റെഡി ആയിട്ട് വാ, നിങ്ങളുടെ അച്ഛനോട് സന്തോഷ വാർത്ത ഇപ്പൊ തന്നെ പറയാം, എനിക്കും ധൃതിയായി എന്ന് പറയണം. അങ്ങനെ കല്യാണിയും കാർത്തികയും കാദംബരിയും കൂടിയിട്ട് കിരൺ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ. പ്രകാശം ഇങ്ങനെ കാത്തിരിക്കാൻ എന്തായിട്ടുണ്ടാവും എന്ന് ആലോചിച്ചിട്ട് ആ സമയത്തേക്ക് അവിടെ 3 പെൺമക്കളും കൂടി ചിരിച്ചുകൊണ്ട് വരുന്നത്. പ്രകാശിനെ എടുത്ത വൈകി ചോദിക്കേണ്ട, മോളെ എന്തായി മോളെ, പയ്യൻ വന്നോ കാണാനായിട്ട്? എന്തു പറഞ്ഞു പയ്യൻ, ഇഷ്ടപ്പെട്ടു മോക്ക്? എന്റെ അച്ഛ പതുക്കെ പതുക്കെ ചോദിക്ക്, അച്ഛൻ ഇങ്ങനെ പെട്ടെന്ന് എല്ലാം ചോദിച്ചാൽ അച്ഛന് ശ്വാസം മുട്ടുണ്ടാവില്ലേ എന്ന് കല്യാണി പറയാണ്. മോളെ ഒരു സമാധാനം ഉണ്ടായില്ല, ഞാൻ നിങ്ങൾ വരണതും കാത്തിരിക്കായിരുന്നു. എന്തായി മോളെ കാര്യങ്ങൾ? അച്ഛ അത് കാർത്തിക ചേച്ചി തന്നെ പറയട്ടെ, അതല്ലേ അതിന്റെ ഒരു ഇത്, കാർത്തിക ചേച്ചി പറ എന്ന് പറയുമ്പോ കാർത്തിക നമ്മുടെ പ്രകാശിന്റെ കൈകളിൽ പിടിക്കുകയാണ്. അച്ഛ അത് പയ്യനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പയ്യനെ എന്നെ ഇഷ്ടപ്പെട്ടു, എത്രയും പെട്ടെന്ന് വിവാഹം നടത്താന്നാ തീരുമാനിച്ചിരിക്കുന്നത്. ഓ സമാധാനമായി, മോളുടെ വായിന്ന് ഇങ്ങനെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു അച്ഛൻ. എന്തൊരു ആശ്വാസം എന്നറിയാവോ? അല്ല പയ്യൻ എങ്ങനെ ഉണ്ട് മോളെ എന്ന് പറയാണ്. കല്യാണി ഫോട്ടോ കാണിച്ചു കൊടുക്കാണ്ട്, കണ്ടോ ഇതാണ് അച്ഛാ പയ്യൻ. നല്ല പയ്യനാണല്ലോ, കാണുമ്പോ തന്നെ അറിയാം നല്ല മിടുമിടുക്കനാണ്, കിരൺ മോനെ പോലെ എന്ന് പറയാട്ടോ. അപ്പൊ കാർത്തിക പറയണ്ടേ, അങ്ങനെയൊന്നും പറയില്ലേച്ചാ, ഒരാൾ ആദ്യ കാഴ്ച തന്നെ കിരൺ മോനെ പോലെ ഒന്നും കമ്പയർ ചെയ്യല്ലേ, കുഴപ്പമില്ല, കൊള്ളാം. ഇപ്പൊ ആദ്യ കാഴ്ച തന്നെ എനിക്ക് അത്രയും തോന്നിയുള്ളൂ. പിന്നെ അച്ഛനോട് ചുമ്മാ പറയാണേ, കാർത്തികച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി. കാർത്തികച്ചിയുടെ നാണം കൊണ്ട് കാർത്തികച്ചി കുറച്ചിങ്ങനെ വതാക്കി പറയാ. എന്തായാലും സന്തോഷമായി മോളെ വിവാഹം അതെനിക്ക് കാണണം. ആകെ ഇപ്പൊ ഒരു ടെൻഷനേ ഉള്ളൂ. ഇത്രോ നേരം മോൾ എന്ത് പറഞ്ഞിട്ടുണ്ടാവും പയ്യന്റെ അടുത്ത്, വിവാഹം നടക്കുമോ എന്നുള്ള ടെൻഷനൊക്കെ ആയിരുന്നു. ഇപ്പൊ വേറൊരു ടെൻഷനായി. അതെന്താ വെച്ചാൽ വേറെ ടെൻഷൻ അല്ല, മോളുടെ വിവാഹം ഉറപ്പിച്ചെന്നുള്ള കാര്യം മിക്കവാറും ജയിലിലുള്ളവന്മാരറിയോലോ, നമ്മുടെ ശത്രുക്കളെ. അവരറിഞ്ഞു കഴിഞ്ഞാൽ മോളുടെ വിവാഹം മുടക്കാൻ എങ്ങാനും അവര് വരൂ എന്നൊരു പേടിയാ. എന്റെ മോനെന്ന് പറഞ്ഞ വിക്രവും അവന്റെ കൂട്ടാളിയായിട്ടുള്ള ഗംഗപ്രസാദും അവരെങ്ങാനും ജയിലിൽ ചാടി പുറത്തു വരുമെന്നൊരു പേടിയാവുന്നു. മോളെ മാത്രല്ല, ഇനി നിങ്ങൾ മാത്രല്ല, ദിലീപിന്റെ അച്ഛനും അമ്മയൊക്കെ സൂക്ഷിക്കണം എന്ന് പറയാണ്. അത് ഞങ്ങൾക്ക് അറിയാം അച്ഛാ, ഞാൻ ദിലീപേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് കാർത്തിക പറയാണ്. അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരെ മോളെ, കല്യാണി മോളെ, എനിക്ക് മനസ്സിലായച്ചാ, കിരണേട്ടന്റെ അച്ഛന്റെ ഗുണ്ടകളൊക്കെ അവരുടെ വീട്ടിലൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. അവർക്കെതിരെ ആക്രമണം വരുവാണെങ്കിൽ നോക്കാനായിട്ട്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ ക്യാമറയും കാര്യങ്ങളൊക്കെ തന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ, അതൊന്നും വെട്ടിച്ച് ആർക്കും വരാൻ സാധിക്കില്ല. പിന്നെ ജയിൽ സൂപ്രണ്ട് വളരെ കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി, അച്ഛനെ ടെൻഷൻ ആവണ്ട വെച്ച് ഞാൻ പറയാതിരുന്നതാണ്. എന്താ മോളെ എന്ന് പ്രകാശം ചോദിക്കുമ്പോ, ഗംഗപ്രസാദ് ജയിൽ ചാടാൻ ഒരു ശ്രമം നടത്തി. കമ്പിയില് ഉപ്പിട്ടിട്ട് കമ്പിയിൽ തുരുമ്പ് പിടിപ്പിച്ചത് ആൾ ഇളക്കി മാറ്റി പോവാനായിരുന്നു ഉദ്ദേശ്യം. ജയിൽ സൂപ്രണ്ട് കൈയോടെ പിടിച്ചു, വാർഡനെ കൊണ്ട് പിടിപ്പിച്ചു. ശേഷം ഇപ്പോ ഗംഗപ്രസാദനെ വേറൊരു ജയിലിലേക്ക് ഇട്ടിരിക്കുകയാണ്, വേറൊരു സെല്ലിലേക്ക് ഇട്ടിരിക്കുകയാണ്. അവിടെ നല്ല രീതി തന്നെ അയാളെ നോക്കുന്നുണ്ട്. അവിടെ പേടിക്കൊന്നും വേണ്ട കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ മോളെ, അവൻ കണ്ണു തെറ്റി എന്തെങ്കിലുമൊക്കെ വഴി പുറത്തേക്ക് കിടക്കും. എനിക്കത് പേടിയാവുകയാണ് മോളെ, എനിക്ക് എപ്പോ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും എന്ന് പ്രകാശം ചോദിക്കുമ്പോ, അച്ഛൻ ഇപ്പോഴൊന്നും ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല,
കാർത്തികയുടെ വിവാഹ ദിവസം മാത്രം അച്ഛനെ ഡിസ്ചാർജ് ആക്കുള്ളൂ. ഒരു കണക്കിന് അച്ഛൻ ഇവിടെ കിടക്കണം നല്ലത്, ആരുടെ ശല്യം ഉണ്ടാവില്ലല്ലോ. അച്ഛൻ പുറത്തു വരാണെങ്കിൽ ചിലപ്പോ വിക്രം ആദ്യം അച്ഛനേക്ക് ഉപദ്രവിക്കാൻ നോക്കണത്. മോളെ എന്നെ ഉപദ്രവിച്ചാലും കുഴപ്പമില്ല, എന്റെ കാർത്തികമ്മയുടെ കല്യാണം എനിക്കൊന്ന് കണ്ടാ മതി എന്ന് പ്രകാശം പറയാണ്. അച്ഛ അത് ഞങ്ങൾ എത്ര പ്രാവശ്യം അച്ഛനോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, എല്ലാം നന്നായിട്ട് തന്നെ നടക്കും എന്ന് പറയാണ്. അങ്ങനെ ഭയങ്കര സന്തോഷമാവാണ് പ്രകാശിനെ. തിരിച്ച് വീട്ടില് കല്യാണിയും കാർത്തികയൊക്കെ വരുമ്പോഴേക്കും ദീപയും ലക്ഷ്മിയമ്മയും പറയുന്നുണ്ട്, ഇനിയാകെ ഒരു പേടി മാത്രമേ ഉള്ളൂ, ആ ഗംഗപ്രസാദിനെ ആലോചിച്ചിട്ടുള്ള പേടി. ആ സ്റ്റെഫി എന്ന് പറഞ്ഞവള് അവന്റെ കൂട്ടാളി തന്നെ ആവാനാ ചാൻസ്. പക്ഷെ ചെന്നൈ വെച്ചിട്ട് അവനങ്ങനെ സ്നേഹബന്ധമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ മോളെ എന്ന് കല്യാണത്ത് പറയാണ്. അപ്പൊ കാർത്തിക പറഞ്ഞിട്ട് അതെ അതെ അവനങ്ങനെ ഗേൾ ഫ്രണ്ട് ഒന്നും ഉണ്ടായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പറയാൻ പറ്റില്ല, അവന് കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അതിലേതെങ്കിലുമൊക്കെ ഒരു പെണ്ണായിക്കോ സ്റ്റെഫി, എന്തായാലും ഞങ്ങൾ അവളെ കണ്ടിട്ടില്ല. അപ്പോഴേക്കും ബൈജുവിനോട് കല്യാണി പറയണ്ട്, ബൈജു എന്തായാലും സ്റ്റെഫി നിന്നെ പരിചയപ്പെട്ടത് വളരെ സംശയപരമായിട്ടുള്ള സംഭവത്തിൽ തന്നെയാണ്. കറക്റ്റ് ആയിട്ട് ഗുണ്ടകൾ നിന്നെ ആക്രമിക്കാൻ വരിക, അവിടെ നിന്ന് സ്റ്റെഫി വന്ന് രക്ഷപ്പെടുത്തുക, അതൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാം അവൾ ആസൂത്രണം ചെയ്തതാണെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് കല്യാണി പറയുമ്പോ ബൈജു പറയണ്ട്, കല്യാണി എനിക്കും ഇപ്പൊ അങ്ങനെയാ തോന്നുന്നത്, അവളെ പഠിച്ച കളിയാ, എന്റെ കൺമുമ്പിൽ അങ്ങനെ അവളെ കാണട്ടെ, അവളെ തലമണ്ടടിച്ചു പൊട്ടിക്കും ഞാൻ എന്ന് ബൈജു പറയാണ്. വേണ്ട ബൈജു, ഇപ്പൊ നമ്മൾ ഒന്നും ചെയ്യണ്ട, ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്, നമ്മുടെ ശത്രുക്കൾ പുറത്തിറങ്ങാതെ നമ്മൾ നോക്കണം, അല്ലാതെ വേറൊന്നും ചെയ്യണ്ട. പിന്നെ സ്റ്റെഫി, അവളെ കുറിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്, അവൾ എവിടെയോ പോയി വിളിച്ചിരിക്കുകയാണ്, അവളെ കണ്ടുപിടിച്ച് പോലീസുകാര് അവളെ അറസ്റ്റ് ചെയ്തോളും, പിന്നെ അവൾക്ക് പുറം ലോകം കാണാൻ പറ്റില്ല, അവളെ കുറിച്ചുള്ള തെളിവുകൾ കുറച്ചുകൂടി കിട്ടണമെന്നാണ് എസ് പറയണത്. എന്തായാലും ആ സ്റ്റെഫിനെ എവിടെ വെച്ച് കണ്ടാലും പൊക്കണം എന്ന് പറയാണ് കല്യാണി. അതെ അത് അത്രേ ഉള്ളൂ എന്ന് ബൈജുവും പറയുന്നുണ്ട്. അതിനുശേഷം കല്യാണിക്ക് ഭയങ്കര സന്തോഷമാവാണ്. കല്യാണി അമ്മയെടുത്ത് പറയണ്ട, ഇനി കാർത്തികച്ചിന്റെ വിവാഹം അത് എത്രയും പെട്ടെന്ന് നടത്തണം, ഇനി അധികം നാളൊന്നും താമസിപ്പിക്കണ്ട. അച്ഛൻ ഹോസ്പിറ്റലിലാണെങ്കിലും ഡോക്ടറോട് ഞാൻ സംസാരിച്ചായിരുന്നു, അച്ഛനെ പതുക്കെയൊക്കെ എഴുന്നേറ്റ് ചില ഒരാഴ്ച കഴിഞ്ഞാൽ പതുക്കെയൊക്കെ എഴുന്നേക്കാനൊക്കെ പറ്റും, നല്ല വലിയ ഓപ്പറേഷൻ നടന്നെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കസേര പുറത്തൊക്കെ ഇരിക്കാനൊക്കെ പറ്റും അമ്മേ. അതുകൊണ്ട് അച്ഛന് അങ്ങനത്തെ രീതിയിലാണെങ്കിലും രണ്ടുപേരും കൈ തമ്മിൽ യോജിപ്പിച്ച് വെക്കാലോ. അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കാർത്തികച്ചിയുടെ വിവാഹം നടത്താന്നുള്ളത്. അതുകൊണ്ട് അതിന് അത്ര വലിയ താമസമൊന്നും വേണ്ട, ഇവിടെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചുനാളെ ഇവര് പുറത്തു പോയി നിന്നോട്ടെ. കാർത്തിക പറയണ്ട, അയ്യോ അതൊന്നും വേണ്ട മോളെ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ നിന്നോളാം. അതല്ല കാർത്തിക ചേച്ചി, ഇപ്പോ ഈ ഒരു അവസ്ഥയില് ഗംഗപ്രസാദിന് പുറത്തൊന്നും വരാൻ പറ്റില്ല, പുറം രാജ്യത്തൊന്നും ഇപ്പൊ എന്തായാലും പുറത്തു പോകാൻ പറ്റത്തില്ല, അവൻ ജയിലിൽ ചാടിയാലും ഇല്ലെങ്കിലും. അതുകൊണ്ട് നിങ്ങൾ ഒരു മാസോ 1.5 മാസോ ഒരു ഹണിമൂൺ ട്രിപ്പ് എന്ന നിലക്ക് പുറത്ത് ഏതെങ്കിലും രാജ്യത്ത് പോയി നിൽക്കണേക്ക് നല്ലത്. ഞങ്ങളെല്ലാരും അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് ആവും, നിങ്ങൾക്ക് കുറച്ച് സമാധാനം കിട്ടും. അങ്ങനെ ഞങ്ങൾ മാത്രം സമാധാനത്തിൽ പോയിട്ട് എന്താ കല്യാണി കാര്യം? എന്റെ വിചാരം എപ്പോഴും ഇവിടെ ഉള്ളവരെ കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കില്ലേ ഇവിടുത്തെ കുറിച്ച് ആലോചിച്ചിട്ട്. കാർത്തിക ചേച്ചി ഒരു ടെൻഷനും വേണ്ട, കാർത്തിക ചേച്ചിക്ക് ഇപ്പൊ ഹണിമൂൺ ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. ദിലീപേട്ടനും അത് ആഗ്രഹിക്കുന്നുണ്ടാകും. എന്തായാലും ആദർശേട്ടനോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആദർശേട്ടനും ലീവൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ദിലീപേട്ടന്. അതുകൊണ്ട് നിങ്ങൾ ഒരു 1.5 മാസോ 2 മാസോ അടിച്ചു പൊളിച്ചിട്ട് വാ, അപ്പോഴേക്കും ഗംഗപ്രസാദിനെ വിക്രമിനെയൊക്കെ ഞങ്ങൾ കുപ്പിയിലേക്ക് ആക്കിക്കോളാം എന്ന് കല്യാണി പറയണം. അപ്പൊ എന്തായാലും നമ്മുടെ ദിലീപ് പിന്നീട് നമ്മുടെ കാർത്തികനെ വിളിക്കുന്നുണ്ട്. പിന്നീട് അവരങ്ങോട്ട് പ്രണയിച്ചു തുടങ്ങാട്ടോ, സംസാരമായി വിളിയായി. അങ്ങനെ അവരുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് തീരുമാനിക്കുകയാണ്. അതേസമയം ബൈജുയുടെയും നിഷയുടെയും വിവാഹവും കൂടി അതിന്റെ കൂടെ നടത്തിയാലോ എന്ന് കല്യാണിക്ക് ഒരു ആലോചനയുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേട്ടോ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.